ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്സ് ലൈറ്റ്. നമ്മൾ നേരത്തെ എക്സസൈസ് 7.3 വരെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് എക്സസൈസ് 7.3 തൊട്ട് നമുക്ക് ഫോമുലാസ്, അതിൻ്റെ ഇൻ്റഗ്രൽസിൻ്റെ റിവിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഫോമുലാസ് വരുമ്പം ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ത് വരും? ഇൻ്റഗ്രൽ 1 - കോസ് 2x/2. ഇവിടെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അതിനെ നമുക്ക് ഇവിടെ നോക്കി, ഈ ഒരു ഫോമുല ഓർമ്മയുണ്ടോ? 1 - കോസ് 2θ = 2 സൈൻ സ്ക്വയർ തീറ്റ. ഇതിൽ നമ്മൾ സൈൻ സ്ക്വയറിനെ സെപ്പറേറ്റ് ചെയ്താൽ എന്താ വരുന്നത്? 1 - കോസ് 2θ/2. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ എക്സിനെ നമ്മൾ ആ ഫോമിലേക്ക് മാറ്റി എഴുതിയിരിക്കുകയാണ്. അതേപോലെ ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്താണ്? 1 + കോസ് 2x/2. ഇതേ ഫോമുലയിൽ നിന്ന് തന്നെയാണ് ഇതും ഡെറിവ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് എന്താണ്? ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് - 1. നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസിൽ നിന്ന് തന്നെ മാറ്റി മാറ്റി എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇൻ്റഗ്രൽ കോട്ട് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ത് വരും? ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് - 1. ഇനി ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്താണ്? ടാൻ എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്താണ്? മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഫോമുല ബേസ് ചെയ്തിട്ടാണ് ഈ എക്സസൈസ് വരുന്നത്. ഇനി അതിൽ ക്യൂബിൻ്റെ ഫോമുലാസ്, ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് എന്താണ്? ഇൻ്റഗ്രൽ 3 sin x - sin 3x/4 dx. ഇൻ്റഗ്രൽ കോസ് ക്യൂബ് എക്സ് ഡി എക്സ് എന്താണ്? ഇൻ്റഗ്രൽ കോസ് 3x - 3 cos x /4 dx അല്ലേ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രൽ കോസ് 2x - കോസ് 2α കോസ് x - കോസ് ആൽഫ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെയാണ്, ഏത് അപ്രോച്ചിലേക്കാണ് വരേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ എന്താ? കോസ് എക്സ് മൈനസ് കോസ് ആൽഫ. ഇവിടെ എന്താണ്? അതിൻ്റെ ഡബിൾ ആണ് വന്നിരിക്കുന്നത് അല്ലേ. 2x-ഉം 2α വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ കോസ് എക്സ് കോസ് ആൽഫ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് എളുപ്പം എന്താണ്? ഈ 2θ ഫോമുല അപ്ലൈ ചെയ്യാം അല്ലേ. കോസ് 2x എന്നുള്ളിടത്ത് 2 കോസ് സ്ക്വയർ എക്സ് - 1, കോസ് 2α എന്നുള്ളിടത്ത് 2 കോസ് സ്ക്വയർ ആൽഫ - 1 ബൈ കോസ് എക്സ് മൈനസ് കോസ് ആൽഫ. ഇവിടെ 2 നമുക്ക് കോമൺ എടുക്കാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഉണ്ട്, 2 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ ആൽഫ ബൈ കോസ് എക്സ് മൈനസ് കോസ് ആൽഫ. ഇതെന്ത് ഫോമാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ഓഫ് ഐഡൻറ്റിറ്റി ആണ് അല്ലേ. അപ്പോൾ അതിൽ എ മൈനസ് ബി അല്ലേ ഇത്? കോസ് എക്സ് മൈനസ് കോസ് ആൽഫ എന്നുള്ളത് അത് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് ഇത്രേ വരുന്നുള്ളൂ. ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2 ഇൻ്റഗ്രൽ കോസ് എക്സ് എന്താണ്? സൈൻ എക്സ്. ഇൻ്റഗ്രൽ കോസ് ആൽഫ ഉണ്ടോ? എപ്പോഴും ഓർക്കുക, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പം ആൽഫ ഇവിടെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1 dx എന്നാണ്. ഇൻ്റഗ്രൽ 1 dx എന്നാണ്. കോസ് ആൽഫ എന്നുള്ള കോൺസ്റ്റൻ്റ് പുറത്തെടുക്കുന്ന പോലെ ഓർക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? കോസ് ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. നിങ്ങളുടെ എക്സസൈസിലെ i = 1 cos x - a ഇൻറ്റു കോസ് എക്സ് - b dx. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊരു അപ്രോച്ചിലേക്ക് വരാം, എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് ഓർക്കേണ്ടത്. ഇവിടെ കോസ് എക്സ് - a ഇൻറ്റു കോസ് എക്സ് - b. അപ്പോൾ ഈ കോസ് ഇൻറ്റു കോസ് വരുമ്പം കോസിൻ്റെ സൈനിൻ്റെയും a+b a-b ഐഡൻറ്റിറ്റീസ് ഓർക്കുക. അതിൽ കോസ് വരുന്നത് എവിടെയാണ്? സൈനിനാണ് അല്ലേ. സൈൻ a+b അല്ലെ സൈൻ a-bക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനെ സൈൻ a-b വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. 1 സൈൻ a-b പുറത്തെടുത്തു. അതിന് സൈൻ a-b ന്യൂമറേറ്ററിൽ കൊടുത്താൽ സൈൻ a-bയെ ഇനിയും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് വേണ്ടത് എന്താ? എക്സ് - a ഇൻറ്റു എക്സ് - a ആൻഡ് കോസ് എക്സ് - b ഫോമിൽ വേണം അല്ലേ. അപ്പോൾ അതിലേക്ക് ആക്കി a-b എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? a-b അതേപോലെ വെച്ചു, ഒരു എക്സ് ആഡ് ചെയ്തു, ഒരു എക്സ് സബ്ട്രാക്ട് ചെയ്തു അല്ലേ. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമുക്ക് ഈ എക്സ് - a എക്സ് - b ഫോം വേണം അല്ലേ, തീറ്റ ആംഗിൾ എന്നുള്ളിടത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് - a ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് വേണ്ടതുകൊണ്ടും പിന്നെ എക്സ് - b വേണ്ടതുകൊണ്ടും ഇത് രണ്ടും കൂടെ നമ്മൾ ക്ലബ് ചെയ്തു. ഓക്കെ, അപ്പോൾ എക്സ് - b കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ? -x + a എന്നാണ്. അവിടെ മൈനസ് കോമൺ എടുത്താൽ നമുക്ക് എന്ത് വരും? എക്സ് - a എന്ന് വരും. ഇനി സപ്പോസ് നിങ്ങൾക്ക് പോസിറ്റീവാണ്, എക്സ് + a അങ്ങനെയാണ് വേണ്ടതെങ്കിൽ എന്ത് തമ്മിൽ ക്ലബ് ചെയ്യണം? എക്സും എയും കൂടെ ക്ലബ് ചെയ്യുക. എന്നിട്ട് ബാക്കി -x - b ആയിരിക്കും വരുന്നത്. അതിൽ മൈനസ് കോമൺ എടുത്താൽ x + a - x + b എന്ന് വരും.
ഓക്കെ, ജസ്റ്റ് രണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ ചേർത്തെടുക്കുക, അറേഞ്ച് ചെയ്തെടുക്കുക. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? 1/sin a minus b integral sin x minus b minus sin a എന്ന് വന്നു അല്ലേ. ഇതെന്ത് ഫോമാണ്? sin a മൈനസ് ബി എന്നുള്ള ഫോമാണ് അല്ലേ. sin a മൈനസ് ബി എന്താ? sin a cos b മൈനസ് cos a sin b. ആ ഫോമിലേക്ക് എഴുതിയാൽ 1/sin a മൈനസ് ബി ഇൻ്റഗ്രൽ sin x മൈനസ് ബി cos x മൈനസ് a മൈനസ് sin x മൈനസ് a cos x മൈനസ് b ഡിവൈഡഡ് ബൈ cos x മൈനസ് a ഇൻറ്റു cos x മൈനസ് b dx. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ചെയ്താൽ എന്ത് വരും? cos x മൈനസ് എ ക്യാൻസൽ ആകും. sin a എക്സ് മൈനസ് ബിയും cos x മൈനസ് ബിയും കൂടെ എന്ത് വരും? tan x മൈനസ് ബി എന്ന് വരും. സെയിം ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ചെയ്താൽ cos x മൈനസ് ബിയും cos x മൈനസ് ബി ആണ് ക്യാൻസൽ ആകുന്നത്. sin x മൈനസ് എ ബൈ cos x മൈനസ് എ എന്താണ്? tan x മൈനസ് എ. ഇതിന് നമുക്ക് ഡയറക്റ്റ് ഫോമുല ഉണ്ട്, ഇൻ്റഗ്രൽ tan എ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 1/sin a മൈനസ് ബി ഇൻ്റഗ്രൽ tan എന്താണ്? മൈനസ് ലോഗ് cos x മൈനസ് ബി പ്ലസ് ഇവിടെ മൈനസ് മൈനസ് വരുന്നതാണ് ഈ സ്റ്റെപ്പിൽ പ്ലസ് വരുന്നത് കേട്ടോ. അപ്പം ലോഗ് മോഡ് cos x മൈനസ് എ പ്ലസ് സി. ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ഇതേ ടൈപ്പിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിസലേനിയസിൽ ക്വസ്റ്റ്യൻ നമ്പർ 11 സെയിം ടൈപ്പ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത എക്സസൈസ് 7.4 വരുന്നതും ഫോർമുല ബേസ്ഡ് ആണ്. ആദ്യത്തെ നോക്കാം. 1/x² മൈനസ് a സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/2a ലോഗ് x മൈനസ് a ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. 1/a² മൈനസ് എക്സ് സ്ക്വയർ ഓക്കെ എന്ത് വരും? 1/2a ലോഗ് a പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി. അപ്പോൾ ഇവിടെ ഇത് തമ്മിൽ ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്യും. ഇവിടെ എക്സ് മൈനസ് എ ആണ്, ഇവിടെ എക്സ് പ്ലസ് എ. അത് നേരെ തിരിച്ചാണ് ഇവിടെ വരുന്നത്, എ പ്ലസ് എക്സും എ മൈനസ് എക്സും. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വരുന്ന ഇൻ്റഗ്രൽ 1/x² പ്ലസ് a സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അടുത്തത് ഇൻ്റഗ്രൽ 1/ ഇവിടെ റൂട്ട് ഉണ്ട്, റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അടുത്തത് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ഇനി അടുത്ത വരുന്ന ഇൻ്റഗ്രൽ 1/x² പ്ലസ് എ സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഡിഫറൻസ് എന്താ വരുന്നത്? ലോഗ് മോഡ് എക്സ്. ഈ റൂട്ടിൽ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ സെയിം കൈൻഡിലുള്ളത് നിങ്ങൾ റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ നോക്കാം. എക്സസൈസ് 9ൽ എക്സാമ്പിൾ നമ്പർ 9 ആണ്. I is equal to integral 1/√5x² minus 2x dx. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ടിനകത്ത് ക്വാഡ്രാറ്റിക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ റൂട്ടിനകത്ത് ക്വാഡ്രാറ്റിക് വന്നാൽ നമ്മൾ അതിനെ എന്താ ചെയ്യുന്നത്? നമുക്ക് എങ്ങനെയെങ്കിലും ആ റൂട്ടിൽ വന്ന് കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്ത് ഇത് എലിമിനേറ്റ് ആക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ ഈ 5x² മൈനസ് 2x കംപ്ലീറ്റ് ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 5x² മൈനസ് 2xനെ സെപ്പറേറ്റ് എടുത്തു. 5 കോമൺ എടുത്താൽ എന്ത് വരും? x² മൈനസ് 2/5x. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യുന്നത്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് എന്താ? b/2 ദ ഹോൾ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 അല്ലെങ്കിൽ b/2a ദ ഹോൾ സ്ക്വയർ അങ്ങനെ വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് a1 തന്നെ വരുന്നതുകൊണ്ടാണ് b/2 എന്ന് ഡയറക്റ്റ് എടുക്കുന്നത്. b/2 ദ ഹോൾ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. ഇവിടെ b എന്താണ്? 2/5 ആണ് അല്ലേ. -2/5 എന്ന് എടുത്താലും 2/5 എന്ന് എടുത്താലും സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് പോകും. സോ 1/2 ഇൻറ്റു b/2ലെ 1/2 ഇൻറ്റു -2/5 ദ ഹോൾ സ്ക്വയർ എന്ത് വരും? 1/25. ഈ 1/25 നമ്മൾ ആഡ് ചെയ്തു, അതേപോലെ സബ്ട്രാക്ട് ചെയ്തു. ഇതിനെ നമുക്ക് കണ്ണടച്ചെഴുതാം. എന്താണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം ആണ് അല്ലേ. അപ്പോൾ x മൈനസ് 1/5 ദ ഹോൾ സ്ക്വയർ മൈനസ് 1/25നെ 1/5 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 5 ഇൻറ്റു അപ്പുറത്തുള്ളത് മാറ്റരുത്. ഇനി ഇതിനെ നമ്മൾ റൂട്ടിലേക്ക് കൊണ്ടുപോവാണ്. 1/√5 ഇൻറ്റു x മൈനസ് 1/5 ദ ഹോൾ സ്ക്വയർ മൈനസ് 1/5 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. 1/√5 പുറത്തെടുത്താൽ പിന്നെ ഇതെന്താണ്? 1/√(x² മൈനസ് a സ്ക്വയർ ഫോമിലേക്കല്ലേ. അതെന്താ? ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. അപ്പം ഇവിടെ എക്സ് എന്നുള്ളത്
എക്സ് മൈനസ് 1/5. സോ 1/√5 ലോഗ് മോഡ് എക്സ്. എക്സ് എന്നുള്ളിടത്ത് എന്ത് എഴുതും? എക്സ് മൈനസ് 1/5 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ളിടത്ത് ആ ഫുൾ റൂട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് പ്ലസ് സി. ഓക്കെ ആണോ? ഇനി അടുത്ത വരുന്നത് എക്സാമ്പിൾ നമ്പർ 10 ആണ്. ഓക്കെ, ഇവിടെ റൂട്ട് ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 3 റൂട്ട് ഓഫ് 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സെക്കൻഡ് ഫോമായിട്ട് നമുക്ക് ഇതിനെ കാണാം. കാരണം എന്താ? 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? ഇവിടെ നമ്മൾ ഇതിനെ നേരെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അതായത് എക്സ് സ്ക്വയർ ആദ്യം വരുന്ന രീതിയിൽ എടുക്കാൻ അങ്ങനെ ചെയ്ത് നോക്കണോ അതോ അല്ലാതെ നമുക്ക് നോക്കാം? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ, അത് dy/dx അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? -4 - 2x ആണ് അല്ലേ? നമുക്ക് ന്യൂമറേറ്ററിലുള്ളത് എന്താണ്? എക്സ് പ്ലസ് 3 ആണ്. അപ്പം തന്നിരിക്കുന്ന ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു അല്ലേ? ഇൻ ഡിനോമിനേറ്റേഴ്സ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കോഎഫിഷ്യൻറ്റ് അങ്ങനെയുള്ള ഫോം ആയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാം. അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് dy/dx എടുത്തപ്പോൾ -4 - 2x കിട്ടി. എന്നിട്ട് ഈ എക്സ് പ്ലസ് 3യെ നമ്മൾ d/dx ഓഫ് 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താ? -4 - 2x ഇൻറ്റു എ പ്ലസ് ബി. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. എ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് 3 ഈക്വൽ ടു -4a - 2ax പ്ലസ് ബി അല്ലേ? അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന് എക്സിൻ്റെ വേണമെങ്കിൽ ആദ്യം മാറ്റി എഴുതാം, ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -2a. -2a ഈക്വൽ ടു 1, എ എന്ത് വരും? -1/2. ഇനി അടുത്ത സ്റ്റെപ്പിൽ കോൺസ്റ്റൻസ് എല്ലാം കൂടെ എടുക്കുമ്പോൾ -4a പ്ലസ് ബി എന്താണ്? 3 ആണ്. അതിൽ നമ്മൾ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, -1/2. ബിയുടെ വാല്യൂ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ എ ബി വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാം അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ -4 - 2x ഇൻറ്റു എ എന്താ? -1/2 പ്ലസ് 1. ഇനി നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഡിനോമിനേറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതാണ്. -1/2 കോമൺ എടുത്തു. -1/2 കോമൺ എടുത്തിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് കോമൺ എടുക്കുന്നതാണ് കേട്ടോ. ഇൻ്റഗ്രൽ -4 - 2x/√5 - 4x - എക്സ് സ്ക്വയർ പ്ലസ് ഇൻ്റഗ്രൽ 1/√5 - 4x - എക്സ് സ്ക്വയർ dx. ഇതിൽ നമ്മൾ ഈ ഫസ്റ്റ് വണ്ണിന് I1 എന്നും സെക്കൻഡ് വണ്ണിനെ I2 എന്നും എടുത്തു. അപ്പം -1/2 I1 ചെയ്താൽ എങ്ങനെ വരുന്നത്? ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. t ഈസ് ഈക്വൽ ടു 5 - 4x - എക്സ് സ്ക്വയർ dt/dx എന്താണ്? -4 - 2x. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ 1/√t എന്ന് വരും. dxന് പകരം എന്തെഴുതാം? dxന് പകരം ഇവിടെ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് എന്താ തമ്മിൽ ക്യാൻസൽ ആയി പോയിട്ട് dt എന്ന് മാത്രം വരും അല്ലേ? അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ t⁻⁻² പ്ലസ് 1/1/2 ആൻസർ എന്ത് വരും? 2√t പ്ലസ് c. ഓക്കെ, ഇനി I1 കഴിഞ്ഞു അല്ലേ? ഇനി I2 ഉണ്ട്. I2 എന്താ? ഇൻ്റഗ്രൽ √5 - 4x - എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? കംപ്ലീറ്റിംഗ് സ്ക്വയർ, കാരണം നമുക്ക് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ ആദ്യം എഴുതി, -x സ്ക്വയർ - 4x പ്ലസ് 5 മൈനസ് പുറത്തെടുത്ത എക്സ് സ്ക്വയർ പ്ലസ് 4x -5 എന്ന് വരും. ഇവിടെ b എന്താണ്? 4, b/2 എന്താണ്? 2 സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ ഇത്രയും പാർട്ട് എന്താണ്? എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയറും ഇവിടെ വരുന്നത് എന്താ? -9 ആണ് അല്ലേ? -9നെ നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മൈനസ് ഇവിടെ പുറത്ത് കിടക്കുക അല്ലേ? ഈ മൈനസിനെ ഇതേപോലെ കൊണ്ട് റൂട്ടിലിട്ടാൽ റൂട്ടിനകത്ത് നെഗറ്റീവ് പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ഇമാജിനറി ആയിപ്പോൾ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ ആ മൈനസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ വെച്ച് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എഴുതുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് എഴുതി, ഇങ്ങനെ കൊടുക്കരുത്, ഇത് തെറ്റാണ്. ഓക്കെ, ആദ്യം തന്നെ ഇത് കൺവേർട്ട് ചെയ്ത് 1/√3² - x + 2 the whole square dx. ഇനി ഇതിനെന്താ? 1/a² - x സ്ക്വയർ നമുക്ക് ഫോർമുല ഉണ്ട്, സൈൻ ഇൻവേഴ്സ് x + 2/3 പ്ലസ് സി. ലാസ്റ്റ് സ്റ്റെപ്പിൽ എപ്പോഴും എടുത്തെഴുതാൻ ഓർക്കുക, I = I1 + I2 രണ്ട് ആൻസേഴ്സ് കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുക. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത്
എക്സസൈസ് 7.5 നമ്മൾ കോൺസെപ്റ്റ് വരുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ വരുമ്പം ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ട് അല്ലേ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്പർ ആണെങ്കിൽ പെട്ടെന്ന് അറിയാം, ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ ആണ്. അതുപോലെ ഓൾജിബ്രയിൽ വരുന്നതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലേ. ഓൾജിബ്രയിൽ നമുക്ക് എങ്ങനെ പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ എന്ന് അറിയാൻ പറ്റും. പവർ അല്ലേ, ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ നോക്കുക. ഡിഗ്രി ന്യൂമറേറ്ററിൻ്റെ കുറവാണെങ്കിൽ, ഡിനോമിനേറ്ററിനെക്കാട്ടി കുറവാണെങ്കിൽ അതെന്തായിരിക്കും? പ്രോപ്പർ ആയിരിക്കും. ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയാണ് ന്യൂമറേറ്ററിനെക്കാട്ടി കുറവെങ്കിൽ, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ തന്നെ അതിനെ ക്യൂ പ്ലസ് ആർ ഡി എന്നുള്ള ഫോമിൽ, R/D എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് ലോങ് ഡിവിഷൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും, എന്നിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓൾജിബ്ര വരുമ്പം അവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ഡയറക്റ്റ് പറ്റുമോ നോക്കുക. അതിൽ തന്നെ ഇംപ്രോപ്പർ ആണോ പ്രോപ്പർ ആണോ നോക്കുക. ഇംപ്രോപ്പർ ആണെങ്കിൽ ക്യൂ പ്ലസ് R/D എന്നുള്ള ഫോം കൊണ്ടുവരിക. ഓക്കെ, ഇനി 3 ടൈപ്പിലാണ് വരുന്നത്. പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. എന്താ ഇവിടെ ബ്രാക്കറ്റിൽ ലീനിയർ ആണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി. ഇനി അടുത്തത് പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി. എങ്ങനെ വരും? എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. നോക്കിയാൽ ഇവിടെ എക്സ് മൈനസ് എ ആദ്യം ഡിഗ്രി 1-ലുള്ളതും എടുത്തു, പിന്നെ ഡിഗ്രി 2-ലുള്ളതും എടുത്തു. പോയിട്ടുള്ളത് എന്താണ്? എക്സ് മൈനസ് ബി ആണ് ഇവിടെ കേട്ടോ. എക്സ് മൈനസ് ബി, സി ബൈ എക്സ് മൈനസ് ബി. ഇതേപോലെ പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ, ഡിഗ്രി 2 വരുന്നതുകൊണ്ട് ലീനിയർ ആയിട്ട് പവർ 1 വരുന്നതുകൊണ്ട് അതേപോലെ ക്വാഡ്രാറ്റിക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് പ്ലസ് ബി പ്ലസ് ഇവിടെ ക്വാഡ്രാറ്റിക് വരുന്നിടത്ത് നമ്മൾ ലീനിയർ ആയിട്ട് എഴുതും, ഡി എക്സ് പ്ലസ് ഇ ബൈ എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 14 ആണ്. ഇതിലെ ഈ എക്സാമ്പിൾ 14ൻ്റെ സെയിം ആണ് എക്സസൈസ് 7.5-ലെ ക്വസ്റ്റ്യൻ നമ്പർ 18-ഉം മിസ്സലേനിയസിലെ ക്വസ്റ്റ്യൻ നമ്പർ 14-ഉം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇവിടെ എന്താ? പവർ 2 ആണ്, ഇവിടെ തന്നിരിക്കുന്ന പവർ 4 ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സ് സ്ക്വയർ എല്ലായിടും ഉണ്ട് അല്ലേ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. അതുപോലെ ഈ എ ബി എന്നുള്ളതിൻ്റെ എണ്ണം കൂടും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? കുറച്ച് നേരത്തേക്ക് ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ വൈ ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 4, എന്നിട്ട് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എ ബൈ വൈ പ്ലസ് 1 പ്ലസ് ബി ബൈ വൈ പ്ലസ് 4. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എൽ സി എം എടുക്കുക. വൈ ബൈ വൈ പ്ലസ് 1 ഈക്വൽ ടു, ഈ സ്റ്റെപ്പ് എഴുതണം. ചില ഇതിൽ എഴുതാറില്ല, പക്ഷെ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതി പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ വൈ പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 4 എങ്ങനെയാണ് ക്യാൻസൽ ആകുന്നതെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എൽ സി എം എടുക്കുമ്പോൾ എ ഇൻറ്റു വൈ പ്ലസ് 4 പ്ലസ് ബി ഇൻറ്റു വൈ പ്ലസ് 1 ബൈ വൈ പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 4. ഈ സ്റ്റെപ്പിൽ വെച്ച് നമുക്ക് ഡിനോമിനേറ്റർ ക്യാൻസൽ ആകും, ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് വരും. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? എയുടെയും ബിയുടെയും വാല്യൂസ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ എയുടെ ബിയുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണോ ഇവിടെ ഈ എയുടെ കൂടെയുള്ള ആ ബ്രാക്കറ്റിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അതുപോലെ ബിയുടെ ബ്രാക്കറ്റിനെയും ആ ലീനിയറിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. വൈ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു -1, വൈ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു -4. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വൈക്ക് -1 ആണെങ്കിൽ എങ്ങനെ വരും? ഈ ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. -1 ഈക്വൽ ടു ഇവിടെ -1 പ്ലസ് 4 എന്താ വരുന്നത്? 3 വരും. 3 ഇൻറ്റു എ, ഇവിടെ -1 കൊടുത്താൽ ഈ ഫുൾ ടേം എന്താ? 0 ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എയുടെ വാല്യൂ -1/3 എന്ന് കിട്ടും. അതേപോലെ വൈ ഈക്വൽ ടു -4 കൊടുത്താൽ എന്താ? എയുടെ ടേം 0 ആയി പോകും. പിന്നുള്ള എന്താ? -4 ഈക്വൽ ടു -4 പ്ലസ് 1 -3 ആണ്. -3b എന്ന് വരും. ബി എന്ത് വരും? 4/3. ഓക്കെ, ഇനി എ ബി വാല്യൂസ് കിട്ടിയാൽ തിരിച്ച് നമ്മൾ
എങ്ങനെയാണോ തുടങ്ങി അവിടേക്ക് വരിക. ഇൻ്റഗ്രൽ y/y+1 × y+4 dx എന്നുള്ളിടത്ത് a/y+1 എക്ക് വാല്യൂ കൊടുക്കുക, ബിക്ക് വാല്യൂ കൊടുക്കുക, കോൺസ്റ്റൻസ് രണ്ടും പുറത്തെടുക്കുക, -1/3 ഇൻ്റഗ്രൽ 1 ഇവിടെ നമ്മൾ y+1 dx എന്ന് എഴുതുമോ? ഇല്ല, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈയെ തിരിച്ച് നമ്മൾ x² കൊണ്ടുവരണം, അത് മറന്നു പോകരുത്. അപ്പം അടുത്ത സ്റ്റെപ്പിൽ എന്താ, +4/3 പുറത്തെടുത്തു, ഇൻ്റഗ്രൽ 1/x² + 4 dx. ഇവിടെ നമ്മൾ x² + 1/x² + 1 എന്താണ്, -1/3 tan ഇൻവേഴ്സ് x ആണ്. 4/3 ഇവിടെ എന്ത് വരും, 1/x² ഈ 4നെ നമുക്ക് 2² എന്ന് എഴുതാം അല്ലേ. 1/x² + a² എന്ന് പറയുമ്പോൾ 1/2 tan ഇൻവേഴ്സ് x/2 + c. ഓക്കെ ആണോ? ഇനി അടുത്ത എക്സസൈസ് 7.5 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. I = ഇൻ്റഗ്രൽ 1 - x² x × 1 - 2x dx. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ഈ x² ആദ്യം എഴുതുന്ന രീതിയിലേക്ക് എടുത്താൽ മൈനസ് കോമൺ എടുക്കാമല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ -x² - 1 ഈ എക്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, x - 2x² dx. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2x² വന്നു. ആ 2x² ആദ്യം എഴുതാൻ വേണ്ടിയിട്ട് വീണ്ടും മൈനസ് കോമൺ എടുക്കുകയാണ്. അപ്പോൾ ഈ മൈനസ് തമ്മിൽ ക്യാൻസൽ ആകും. നമുക്ക് എങ്ങനെയാണ് വരുന്നത്, ഇൻ്റഗ്രൽ x² - 1 2x² - x. ഇനി ഇവിടെ നോക്കിയേ, ഓൾജിബ്രയാണ്, പാർഷ്യൽ ഫ്രാക്ഷൻ ആണോ? ആയിരിക്കും, പാർഷ്യൽ ഫ്രാക്ഷൻ ആയിരിക്കും അല്ലേ. ഇനി ഇത് പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? ഇവിടെയും x² ആണ്, ഇവിടെ x² ആണ്. അപ്പോൾ എന്താ, സെയിം പവേഴ്സ് വരുമ്പോൾ വീണ്ടും നമ്മൾ q+r/d എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് അല്ലേ. x² - 1നെ 2x² - x വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താ, ഇവിടുത്തെ ആദ്യത്തെ ടേം ഡിവിഡൻറ്റിൻ്റെ ആദ്യത്തെ ടേമും ഡിവൈസറിൻ്റെ ആദ്യത്തെ ടേമും നോക്കാം. ഈ x² നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എന്താ വേണ്ടത്, വീണ്ടും x² കിട്ടണം. അപ്പോൾ 2x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് x² കിട്ടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, x² / 2x² ചെയ്യാം, 1/2 എന്ന് കിട്ടും. അപ്പോൾ ഈ 1/2 കോഷ്യൻറ്റിൽ എഴുതുക, ഈ 1/2 കൊണ്ട് ഡിവൈസറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്തോരും, x² - x/2. സൈൻ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എന്തോരും, x/2 - 1 എന്ന് വരും. ഇതാണ് നമ്മുടെ റിമൈൻഡർ. വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ആ ഫോമിൽ വരാൻ വേണ്ടിയിട്ടാണ്, q+r/d അല്ലേ. അപ്പോൾ ഇവിടെ q എന്താ, 1/2, കോഷ്യൻറ്റ് 1/2. ഇനി ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 1/2 dx പ്ലസ് ഇൻ്റഗ്രൽ റിമൈൻഡർ എന്താ, x - 2 - 1 ഡിവൈസർ എന്താണ്, 2x² - x dx അല്ലേ. അപ്പോൾ ഇനി ഈ സ്റ്റെപ്പിൽ നമ്മൾ ഇൻ്റഗ്രൽ 1/2 dx എന്താ, നമുക്ക് ഡയറക്റ്റ് എഴുതാം, 1/2 x എന്ന് വരും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, 1/2 I1 എന്ന് കൊടുക്കാം. കാരണം എന്താ, ഇവിടെ x - 2 ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 2 നമ്മൾ x/2 എന്നുള്ള LCM എടുക്കുകയാണ്. x - 2/2 ആ 1/2 ആണ് ഈ വന്നിരിക്കുന്നത്. സോ 1/2 I1 എന്ന് കിട്ടി അല്ലേ. ഇനി ഈ I1 വീണ്ടും എന്താ, പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് അല്ലേ. ഇവിടെ വന്നിട്ട് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വരുമ്പോൾ I1നെ നമുക്ക് എങ്ങനെ എഴുതാം, x - 2/2x² - x. അതിൽ x കോമൺ എടുക്കാം, x - 2/x × 2x - 1. ഇവിടെ പവർ 1 ഉള്ള രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ a/x + b/2x - 1 എന്ന് കൊടുത്തു. നിങ്ങൾ LCM എടുത്ത് സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആകും. x - 2 = a × 2x - 1 + bx എന്ന് ഇക്വേഷൻ നമ്പർ 1 കിട്ടും. 2x - 1നെ 0 ഇക്വേറ്റ് ചെയ്ത x എന്ത് വരും, 1/2. എക്സിനെ 0 ഇക്വേറ്റ് ചെയ്ത x = 0. ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരുന്നത്, 1/2 - 2 ഈ ടേം 0 ആണ് അല്ലേ, b × 1/2 b/2. b സോൾവ് ചെയ്ത് എന്ത് വരും, -3 എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എക്സിന് 0 കൊടുത്താൽ ഇവിടെ എന്ത് വരും, -2 = a × 2 × 0 - 1 -a എന്നാണ് വരുന്നത് അല്ലേ. മൈനസ് ക്യാൻസൽ ആയാൽ a = 2 എന്ന് ആൻസർ കിട്ടും. എയും ബിയും കിട്ടിയാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ I1ന് പകരം എന്തെഴുതാം, ഇൻ്റഗ്രൽ 2/x dx പ്ലസ് -3 ഇൻ്റഗ്രൽ -3/2x - 1 dx. 1/x dxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, log x ആണ്, 2 കോൺസ്റ്റൻ്റ് ആണ്, 2 log x എന്ന് വരും. ഇവിടെ -3 കോൺസ്റ്റൻ്റ്. 1/2x - 1നെ നമ്മൾ
ലോഗ് മോഡ് 2x-1 എന്നിട്ട് 2x-1ൻ്റെ ഡെറിവേറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യാതെ എഴുതാൻ മറക്കരുത് കേട്ടോ. ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ആൻസർ എഴുതാം. ഓക്കെ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം. ക്ലിയർ ആണോ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 18. x square plus 1 into x square plus 2 divided by x square plus 3 into x square plus 4 dx. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത കുറേ എക്സ് സ്ക്വയർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. എക്സ് സ്ക്വയറിനെ നമ്മൾ എന്തെഴുതും, വൈ എന്ന് എഴുതും അല്ലേ. അപ്പോൾ ഇത് കുറച്ചുകൂടെ സിമ്പിളായി വൈ പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 2 ബൈ വൈ പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 4. ഈ ഫോമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എന്താ, പവേഴ്സ് സെയിം ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെയും വൈ സ്ക്വയർ, ഇവിടെയും വൈ സ്ക്വയർ. വൈ സ്ക്വയർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു 1 ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 1 വെച്ച് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടേക്ക് എഴുതാം. സൈൻ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പം വൈ സ്ക്വയർ ക്യാൻസലായി, -4y -10 അല്ലേ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതുന്നത്, കോഷ്യൻ പ്ലസ് ആർ ബൈ ഡി. 1 പ്ലസ് -4y -10, ഇവിടുത്തെ മൈനസ് കോമൺ എടുത്തു, ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ പ്ലസ് 7y പ്ലസ് 12. 1 -4y പ്ലസ് 10 ബൈ വൈ പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 4 എന്ന് എഴുതാമല്ലോ. കാരണം എന്താ, നമുക്ക് ഈ 4y പ്ലസ് 10നെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് എടുക്കാം. അപ്പം കുറച്ചുകൂടെ എളുപ്പം എന്താ, ലീനിയറിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ എ ബൈ വൈ പ്ലസ് 3 പ്ലസ് ബി ബൈ വൈ പ്ലസ് 4. ഇനി അടുത്ത സ്റ്റെപ്പിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എൽ സി എടുത്താൽ ഈ ഒരു ടേംസ് ക്യാൻസൽ ആകും. ഇക്വേഷൻ നമ്പർ 1 കിട്ടും. y ഈക്വൽ ടു -3യും y ഈക്വൽ ടു -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ഈക്വൽ ടു -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ, ബിയുടെ വാല്യൂ 6ഉം y ഈക്വൽ ടു -3 ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുമ്പോൾ എന്താ, ഈ ടേം 0 ആയി. -3 ആകുമ്പം എ എന്ന് തന്നെയാണ് വരുന്നത്. ഇവിടെ -3 കൊടുത്താൽ -12 പ്ലസ് 10 എന്താ, -2. അപ്പോൾ എയുടെ വാല്യൂ -2 എന്ന് കിട്ടി. എ ബി വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. 1 -4y പ്ലസ് 10 ബൈ വൈ പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 4ന് ഇൻ്റഗ്രൽ കൊടുക്കുക. ഇൻ്റഗ്രൽ 1 dx ആണ് ഇവിടെ വരുന്നത്. എയുടെ വാല്യൂ -2, ബിയുടെ വാല്യൂ 6. ബാക്കി സെയിം ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വരിക. ഇവിടെ എന്താ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് എന്ന് വരും. ഇവിടെ -+2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 3. എക്സ് സ്ക്വയർ പ്ലസ് 3യെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് √3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ഫോർമുല കൊടുക്കുക. 1 ബൈ എ എന്നുള്ളിടത്ത് എന്ത് വരും, √3 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 3 -6 ഇൻറ്റു ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്നാണ്. എക്സ് സ്ക്വയർ പ്ലസ് 4 എന്നുള്ള എക്സ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. സോ 6 ഇൻറ്റു 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 പ്ലസ് സി. ക്ലിയർ ആണോ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 3 ഡി എക്സ്. അപ്പോൾ ഇവിടെ 2x കാണുന്നുണ്ട് അല്ലേ, 2x കാണുന്നുണ്ട്. മൊത്തം എക്സ് സ്ക്വയറിലല്ല, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പകരം ഇവിടെ 2xഉം ഉണ്ട് എക്സ് സ്ക്വയറും ഉണ്ട്. അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ. 2xഉം എക്സ് സ്ക്വയറും കാണുമ്പോൾ എന്താ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x അല്ലേ. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയറിന് എന്ത് കൊടുക്കാം, ടി എന്ന് കൊടുക്കാം. അപ്പോൾ ഡി ടി എന്തായിരിക്കും, ഡി ടി ബൈ ഡി എക്സ് എന്ന് പറയുന്ന 2x, അതായത് 2x dx ആയിരിക്കും ഡി ടി വരുന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, 2x ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 3 ഡി എക്സിന് പകരം ഡി ടി ബൈ 2x ക്യാൻസൽ ചെയ്യാം. 1 ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 3 എന്താ, ഓൾജിബ്രയാണ്. ഇവിടെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. എ ബൈ ടി പ്ലസ് 1 പ്ലസ് ബി ബൈ ടി പ്ലസ് 3. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എൽസിയം എടുക്കുക. ഇവിടെ നമുക്ക് ഈ ടേം ക്യാൻസൽ ആയാൽ ഇക്വേഷൻ നമ്പർ 1 വന്നു. ഇക്വേഷൻ നമ്പർ 1ൽ ടി ഈക്വൽ ടു -3, 1 ഇസ് ഈക്വൽ ടു -2b എന്ന് വരും അല്ലേ. -3 പ്ലസ് 1 എന്താ, -2. അപ്പോൾ ആ -2b വന്നു. ഇനി -1 കൊടുത്താൽ എന്താ വരുന്നത്, 1 ഇസ് ഈക്വൽ ടു, ഇവിടെ 1 മാത്രമേ ഉള്ളൂ നമ്മുടെ എൽ എച്ച് എസിൽ. സോ 1 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു -1 പ്ലസ് 2 എന്താണ്, -1 പ്ലസ് 3 എന്താണ്, 2 ആണ്. സോ 1 ഇസ് ഈക്വൽ ടു 2a. എയുടെ വാല്യൂ 1/2 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 1 ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 2 ഡി ടി 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ബൈ ടി പ്ലസ് 1 ഡി ടി പ്ലസ് -1/2 ബൈ ടി പ്ലസ് 3 ഡി ടി. ഈ 1/2ഉം
ഇവിടുത്തെ -1/2 പുറത്തേക്ക് എടുക്കാം. 1/t+1 എന്താ log t+1 -1/2 ഇൻറ്റു log t+3 c എന്ന് വന്നു അല്ലേ. ഇവിടെ നിങ്ങൾക്ക് 1/2 വീണ്ടും പുറത്തെടുക്കാമല്ലോ. അപ്പോൾ എന്താ log a മൈനസ് log b ഫോം ആണ് അല്ലേ. log a മൈനസ് log b എന്താ log a/b. സോ 1/2 log t+1 ബൈ t+3 പ്ലസ് c. 1/2 log t തിരിച്ചെഴുതണം, അത് മറന്നു പോയത്. x² + 1/x² + 3 പ്ലസ് c. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വിൽ കണ്ടിന്യൂ ഇൻ നെക്സ്റ്റ് പാർട്ട്. ടേക്ക് കെയർ. താങ്ക് യു.